ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം ക്ലൈമാക്സിനോട് അടുക്കുകയാണ്. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ ശക്തമായ വകുപ്പ് തല നടപടി വന്നേക്കും എന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നിർണായക വ്യക്തത വരുത്തി പോലീസ് മേധാവിക്ക് പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി പോലീസ് ആസ്ഥാനത്ത് ലഭിച്ച ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാരിലേക്ക് ഉടൻ ശുപാർശ കൈമാറുമെന്നാണ് സൂചന. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തതിനു ശേഷം MR അജിത് കുമാറിനെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉടൻ വരും. മുമ്പ് സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകൾ പരിഹരിച്ചാണ് അന്വേഷണ സംഘം പുതിയ കണ്ടെത്തലുകൾ DGPക്ക് മുന്നിലെത്തിച്ചിരിക്കുന്നത്. കേസിന്റെ അന്വേഷണത്തിൽ ADGP MR അജിത് കുമാർ ഗുരുതരമായ വീഴ്ച വരുത്തുകയും നടപടികൾ അട്ടിമറിക്കുകയും ചെയ്തുവെന്നാണ് SITയുടെ ആദ്യ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇതിന് ADGP നൽകിയ വിശദീകരണവും റിപ്പോർട്ടിലെ പരാമർശങ്ങളും തമ്മിൽ വലിയ പരസ്പര വിരുദ്ധത പ്രകടമായിരുന്നു. തുടർന്ന് വിഷയം നിയമക്കുരുക്കിലേക്ക് പോകാതിരിക്കാൻ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നിയമോപദേശം തേടുകയായിരുന്നു. ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വ്യക്തത വരുത്തി വ്യക്തമായ നിഗമനങ്ങളോടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ DGP SITയോട് ആവശ്യപ്പെട്ടത്. നിയമപരമായ ഉറപ്പുവരുത്തലുകൾക്ക് ശേഷമാണ് പുതിയ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ വെച്ച് നടന്ന നവകേരള സദസ്സിനിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവമാണ് കേസുകൾക്ക് ആധാരം. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ട ഈ മർദ്ദന കേസിന്റെ തുടരന്വേഷണം ഉയർന്ന ഉദ്യോഗസ്ഥ തലത്തിൽ വെച്ച് മനഃപൂർവ്വം അട്ടിമറിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണമാണ് നിലനിൽക്കുന്നത്. അതായത് കേരളം മൊത്തം കണ്ടതാണ് ആ ദൃശ്യങ്ങൾ. പുറത്തേക്ക് ഇറങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ ഈ മുഖ്യമന്ത്രി പറയുന്ന രക്ഷാപ്രവർത്തന ടീം ഇറങ്ങി വന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ തന്നെ അതിക്രൂരമായി തല്ലിച്ചത്, അവരുടെ തലയ്ക്ക് അടക്കം പരിക്കേൽക്കുന്ന തരത്തിലുള്ള മർദ്ദനമാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനം എന്നാണ് പേരിട്ട് വിളിക്കേണ്ടത്? അന്ന് അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് കേസ് അട്ടിമറിക്കപ്പെട്ടതെന്നാണ് പ്രധാന കണ്ടെത്തൽ. ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഒരുക്കുന്ന രീതിയിൽ അന്വേഷണം തിരിച്ചുവിടാനും തെളിവുകൾ ഇല്ലാതാക്കാനും ശ്രമം നടന്നോ എന്ന കാര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനിൽ നിന്ന് വിശദീകരണം തേടിയപ്പോൾ ലഭിച്ച മറുപടി പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലാണ് SITയുടെ പുതിയ റിപ്പോർട്ടിലെ വസ്തുതകൾ ഉള്ളതെന്നാണ് വിവരങ്ങൾ. ആദ്യ റിപ്പോർട്ടിലെയും മറുപടിയിലെയും അവ്യക്തതകൾ മാറിയതോടെ ADGPക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് ഇനി നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകില്ല. അതേസമയം SIT റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കാൻ വൈകുന്നതിൽ ഭരണതലത്തിൽ ശക്തമായ അമർഷം ഉയർന്നിരുന്നു. റിപ്പോർട്ട് നീണ്ടുപോകുന്നതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അന്വേഷണത്തിലെ പുരോഗതിയും കാലതാമസവും സംബന്ധിച്ച ആഭ്യന്തരമന്ത്രി പോലീസ് മേധാവിയോട് വിശദീകരണം തേടിയതായാണ് പുറത്തുവരുന്ന വിവരം. ആഭ്യന്തരമന്ത്രിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ പോലീസ് മേധാവി വിഷയം ഗൗരവമായി എടുക്കുകയും അതിവേഗത്തിൽ റിപ്പോർട്ടിൽ വ്യക്തത വരുത്തി കൈമാറാൻ SITക്ക് നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഇതോടെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ അന്വേഷണ സംഘം സമഗ്രമായ പുനഃപരിശോധന നടത്തി നിർണായക റിപ്പോർട്ട് പൂർത്തിയാക്കിയത്. മറുഭാഗത്ത് സംഭവത്തിൽ മർദ്ദനമേറ്റ AD തോമസ് MLA ഉൾപ്പെടെയുള്ളവർ ശക്തമായ നിയമരാഷ്ട്രീയ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് ഇവർ അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി VD സതീശനെ നേരിട്ട് ഔദ്യോഗികമായി പരാതി നൽകുമെന്നും അറിയിച്ചിരുന്നു. പോലീസ് സേനയിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന കേസ് അട്ടിമറി ആരോപണത്തിൽ അന്വേഷണ സംഘം വ്യക്തത വരുത്തിയതോടെ ആഭ്യന്തര വകുപ്പ് എടുക്കുന്ന നിലപാട് നിർണായകമാകും. അതായത് ഇപ്പോൾ ഈ കഥയുടെ ക്ലൈമാക്സിൽ എന്ത് തീരുമാനമുണ്ടാകും എന്നുള്ളത് ആഭ്യന്തര മന്ത്രിയുടെ കയ്യിലാണ്. തീർച്ചയായിട്ടും കേസ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകളും വിശദാംശങ്ങളൊക്കെ തന്നെ ആ ഫയൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ വിഷയം കൂടുതൽ രാഷ്ട്രീയ ചൂട് പിടിക്കുമെന്നും ADGPക്കെതിരായ നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ നിന്നുള്ള
എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DGP റാങ്കിലേക്ക് അജിത് കുമാറിനെ സ്ഥാനക്കയറ്റം നൽകില്ലെന്നാണ് സൂചന. കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാത്തതിനെ ചൊല്ലി കോൺഗ്രസിലും ആഭ്യന്തര യുദ്ധം നടക്കുന്നുണ്ട്. കേസിൽ ഇടപെട്ട ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടി വേണമെന്നാണ് ആവശ്യം. AD തോമസ് MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനമേറ്റിരുന്നത്. ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മുന്നവെച്ച വാക്കുകളുമായി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ തന്നെ സക്രിയരാണ്. ആലപ്പുഴ DCC ഒന്നടങ്കം അജിത് കുമാറിനെതിരെ കർശന നടപടി വേണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ്. അതായത് അധികാരത്തിലേറിയപ്പോൾ അന്ന് കൃത്യമായി തന്നെ VD സതീശനടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങളൊന്നും മറക്കില്ല എന്നുള്ളത്. തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റിട്ടുള്ള മർദ്ദനവും അടിയും അവരുടെ രക്തം ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ തന്നെ തങ്ങൾ നടത്തും എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥനെതിരെയുള്ള ഒരു നടപടി ആയതിനാൽ തന്നെ അത് വൈകുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള വിമർശനമാണ് യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ അന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അത് വെറും രക്ഷാപ്രവർത്തനമായിരുന്നു, അവരെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് എന്ന് അദ്ദേഹം വളരെ പുച്ഛം കലർന്ന ധാർഷ്ട്യത്തോട് കൂടിയിട്ടുള്ള ആ ഒരു മറുപടി പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മ കാണും. ആ ധാർഷ്ട്യത്തിനുള്ള മറുപടി തന്നെയാണ് ഇത്തവണ LDFന് വന്നിട്ടുള്ള പൂർണ്ണ പരാജയം എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ MR അജിത് കുമാറിനെതിരെയുള്ള നടപടി വളരെ വേഗത്തിൽ തന്നെ ആഭ്യന്തര വകുപ്പ് എടുക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും. ഇനി മറ്റേതെങ്കിലും സസ്പെൻഷൻ പോലുള്ള നടപടികളാണോ ആഭ്യന്തര വകുപ്പ് എടുക്കാൻ പോകുന്നത് എന്നറിയില്ല. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണ് ആ ഫയൽ ഉള്ളത്.